ഈ ലോകത്തിലെ ഏറ്റവും റെയർ ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഡയമണ്ട് കയ്യിൽ വെച്ചിട്ട് ഒരു ലേഡി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഡയമണ്ട് കണ്ട് അവർക്ക് മേക്കപ്പ് ചെയ്യാൻ വന്ന പെൺകുട്ടി തന്നെ അതിൽ മതി മറന്നിട്ട് ഡയമണ്ടിന്റെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അപ്പോ തന്നെ അവരുടെ സെക്യൂരിറ്റി ഗാർഡ് അവളെ തടുക്കുന്നു. എന്നാൽ ലേഡി എന്ത് ചെയ്തു എന്ന് വെച്ചാല് അവരെ ഡയമണ്ട് കൊണ്ട് ഒരു പാർട്ടിക്ക് ചെന്നിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു കണ്ണാടിക്കൂട്ടിന്റെ ഉള്ളിലേക്ക് വെച്ചു. എന്നാൽ ലേഡിക്ക് അറിയില്ലായിരുന്നു ഓൾറെഡി ആ ഡയമണ്ട് മോഷ്ടിക്കാൻ വേണ്ടിട്ട് ഒരു ടീം ആ പാർട്ടിക്കുള്ളിൽ എത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ ലേഡി വന്നിട്ട് അവരുടെ ഡയമണ്ട് എല്ലാരും മുന്നിലും റിവീൽ ചെയ്യാണ്. അപ്പൊ അതിന്റെ ഇടയിൽ മോഷ്ടിക്കാൻ വന്ന കൂട്ടത്തിലുള്ള ഒരാള് വന്നിട്ട് ആ പാർട്ടിക്ക് വെച്ചിരുന്ന ഒരു ഭംഗിയുള്ള ഷോ പീസ് തെള്ളി തറയിലിട്ട് പൊട്ടിച്ചു. എന്നിട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവന്റെ ഭാഗത്തേക്ക് തിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗാർഡ്സും ഓടിച്ചെന്ന് അവനെ പിടിക്കുന്നു. അതിനുശേഷം അവരുടെ ടീമിലുള്ള ഒരുത്തം വന്നിട്ട് അവനൊരു മെജിഷ്യൻ ആണെന്ന് എല്ലാവരുടെ പറയുകയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു അവൻ ആ ഡയമണ്ടിന്റെ അടുത്തേക്ക് ചെല്ലാതെ തന്നെ അവന്റെ മാജിക് വെച്ചിട്ട് അത്രയും സെക്യൂർ ആക്കി വെച്ചിരിക്കുന്ന ഡയമണ്ടിനെ അപ്രത്യക്ഷമാക്കാൻ കഴിയുമെന്ന്. ഇത് കേട്ട ഡയമണ്ടിന്റെ ഓണറായ ലേഡി അതെങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റും, എങ്കിലതൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് അവനെ വെല്ലുവിളിച്ചിട്ട് ഡയമണ്ടിനെ അപ്രത്യക്ഷമാക്കാനായിട്ട് പറയാണ്. ശേഷം അവനും ഓരോരോ സ്പെല്ലൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ അവൻ എന്തൊക്കെ ചെയ്തിട്ടും ആ സെക്യൂർ കണ്ണാടി പെട്ടി ഓപ്പൺ ആകുന്ന ലക്ഷണമേ ഇല്ല. കൂടാതെ ഉള്ളിലിരിക്കുന്ന ഡയമണ്ടിനും ഒരു ചലനവും സംഭവിച്ചില്ല. അപ്പൊ അത് കണ്ട ആ പണക്കാരി ലേഡിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുകയാണ്. എന്നാൽ അടുത്ത സെക്കൻഡിലെ അവൻ എന്തോ പറഞ്ഞിട്ട് ആ കണ്ണാടി കൂട്ടുന്നേരെ കൈ കാണിച്ചു. നോക്കുമ്പോ കണ്ണാടി ബോക്സ് ഇപ്പോ തനിയെ ഓപ്പൺ ആയിട്ട് വരികയാണ്. ഉടനെ തന്നെ ആ ലേഡി അതിനുള്ളിൽ നിന്ന് ഡയമണ്ട് കയ്യിലെടുത്തിട്ട് ഇപ്പോഴും ഈ ഡയമണ്ട് അപ്രത്യക്ഷമായില്ലല്ലോ, എന്റെ കയ്യിൽ തന്നെ ഇരിക്കുവല്ലേ എന്ന് അവനോട് ചോദിച്ചു. എന്ന് അവര് പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ ആ ലേഡിയുടെ കയ്യിലിരുന്ന ഡയമണ്ട് പല നൂറായിട്ട് പൊട്ടിപ്പോയി. അങ്ങനെ എല്ലാവരും സ്റ്റണ്ണായിട്ട് നിൽക്കുന്ന ആ മൊമെന്റില് ആ മെജിഷ്യൻ അവന്റെ കയ്യിൽ നിന്ന് ഒരു ഡയമണ്ട് എടുത്തിട്ട് പറഞ്ഞു ആ ലേഡിയുടെ കയ്യിലിരുന്നത് പൊട്ട ഡയമണ്ട് ആണ്, അവന്റെ കയ്യിലിരിക്കുന്നതാണ് റിയൽ ഡയമണ്ട് എന്ന്. ആ സമയത്താണ് ആ പണക്കാരൻ ലേഡിക്ക് മനസ്സിലായത് ആ മെജിഷ്യൻ അവരുടെ ഡയമണ്ട് മോഷ്ടിക്കാനാണ് അവിടെ എത്തിയതെന്ന്. അതുകൊണ്ട് അവള് ഗാർഡ്സിന്റെ അടുത്ത് പെട്ടെന്ന് അവരെ പിടിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ മെജിഷ്യനെ പിടിക്കാനായിട്ട് മുന്നോട്ട് വന്ന സെക്യൂരിറ്റി ഗാർഡിനെ അവന്റെ ടീമിലുള്ള വേറൊരുത്തം വന്ന് അടിച്ചുറക്കിയിടുന്നു. എന്നിട്ട് ടീമിലുള്ള എല്ലാവരും രക്ഷപ്പെട്ട് ആ ബിൽഡിംഗിന്റെ ടെറസിലേക്ക് ഓടാണ്. പക്ഷെ അപ്പോഴും അവരെ ഫോളോ ചെയ്ത് ഗാർഡ്സ് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്ററിൽ കയറിയിട്ട് അവരെല്ലാവരും രക്ഷപ്പെട്ടു പോയി. എന്നാൽ അവര് ഹെലികോപ്റ്ററിൽ കയറി അടുത്ത സെക്കൻഡിലെ പെട്ടെന്ന് അവിടെ ഭയങ്കരമായിട്ടൊരു ലൈറ്റ് വരുന്നു. അപ്പൊ അതിനുശേഷമാണ് അവർക്ക് മനസ്സിലായത് അത് റിയൽ ഹെലികോപ്റ്റർ അല്ല, ഹെലികോപ്റ്റർ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ച ഒരു തീം ബോർഡാണെന്ന്. തമ്മ അവരെ ടെറസിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റോപ്പ് വഴി ഒരു ഷിപ്പിനുള്ളിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് തന്നെ രക്ഷപ്പെട്ടു പോയി.